നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ലിവർപൂളിന്റെ പരിശീലകനായ യുർഗൻ ക്ലോപ്പ് പരിശീലക സ്ഥാനം ഒഴിയുന്ന കാര്യം കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത്. നമുക്കറിയാം, ഈ സീസണിന് ശേഷം ഈ ഒരു പരിശീലക സ്ഥാനത്ത് നിന്നും പടിയിറങ്ങാൻ അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട്. 9 വർഷക്കാലമാണ് ലിവർപൂളിനെ അദ്ദേഹം പരിശീലിപ്പിച്ചത്. ഇക്കാലയളവിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗും യുവേഫ ചാമ്പ്യൻസ് ലീഗും ഉൾപ്പെടെ നിരവധി കിരീടങ്ങൾ ഈ ക്ലബിന് നേടിക്കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ക്ലോപ്പിന്റെ തീരുമാനം ലിവർപൂൾ ആരാധകരെ മാത്രമല്ല, ഫുട്ബോൾ ആരാധകരെ തന്നെ വലിയ രൂപത്തിൽ ഞെട്ടിപ്പിച്ചിരുന്നു. ഇതിനോട് ലിവർപൂളിന്റെ നായകനായ വാൻ ഡൈക്ക് ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. അതായത്, ക്ലോപ്പിന്റെ ഈ തീരുമാനവും പ്രഖ്യാപനവും ഈ സീസണിൽ കിരീടങ്ങൾ നേടാൻ ലിവർപൂൾ താരങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നു എന്നാണ് വാൻ ഡൈക്ക് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകളെ ESPN റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു കഠിനമായ തീരുമാനം തന്നെയാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. ലിവർപൂളിന് മാത്രമല്ല, ഇത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന് തന്നെ കഠിനമായ ഒരു കാര്യമാണ്. പക്ഷേ തനിക്കും തന്റെ കുടുംബത്തിനും വേണ്ടിയാണ് അദ്ദേഹം ഈ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. ഈ സീസണിൽ ഞങ്ങൾക്ക് ഒരുപാട് ലക്ഷ്യങ്ങൾ നേടാനുണ്ട്. പരിശീലകനോടൊപ്പം ആഘോഷിച്ചുകൊണ്ട് വേണം ഞങ്ങൾക്ക് ഇത് അവസാനിപ്പിക്കാൻ. അദ്ദേഹത്തിന്റെ തീരുമാനം ഞങ്ങൾക്ക് കൂടുതൽ മോട്ടിവേഷൻ നൽകുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ അവസാന സമയങ്ങളാണ് ഇത്. ഏറ്റവും മികച്ചതാക്കാൻ ഞങ്ങൾ ശ്രമിക്കും. ഇതാണ് വാൻ ഡൈക്ക് ഇപ്പോൾ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. കരബാവ കപ്പിന്റെ ഒരു ഫൈനൽ മത്സരം ഇപ്പോൾ ലിവർപൂളിന് അവശേഷിക്കുന്നുണ്ട്. ചെൽസിയാണ് എതിരാളികൾ. വരുന്ന ഫെബ്രുവരി 25-ാം തീയതിയാണ് ഈ ഒരു കലാശ പോരാട്ടം നടക്കുക. നിലവിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ 1-ാം സ്ഥാനത്ത് തുടരുന്നതും ലിവർപൂൾ തന്നെയാണ്. 2-ാം സ്ഥാനക്കാരായ മാഞ്ചസ്റ്റർ സിറ്റിയേക്കാൾ നിലവിൽ 5 പോയിന്റിന്റെ ലീഡ് ലിവർപൂളിന് ഇപ്പോൾ അവകാശപ്പെടാനുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.